ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും മഹാരാജാസ് കോളേജിലും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തൃശ്ശൂർ മണ്ണുത്തിയിലെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സിനായി താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്ലർക്ക് കം അക്കൗണ്ടന്റ്, ഇൻസ്ട്രക്ടർ വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. ഇന്റർവ്യൂ നടക്കുന്നത് 14/5/2025 ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണുത്തി സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ്. സമയം രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. ആദ്യം ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 വിത്ത് DC ആൻഡ് ടൈപ്പിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം. പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷൻസായി BCom, BSc, BA ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 755 രൂപയാണ് പെർ ഡേ ദിവസവേതനം ലഭിക്കുന്നത്. മന്ത്ലി മാക്സിമം 20,000 രൂപ ലഭിക്കുന്നതാണ്. അടുത്തത് ഇൻസ്ട്രക്ടർ വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി നോൺ UGC കാറ്റഗറി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BVSc ആൻഡ് AH ആണ്. പ്രീവിയസ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷൻസായി MVSc അല്ലെങ്കിൽ നെറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 1,600 രൂപയാണ് ദിവസവേതനം ലഭിക്കുന്നത്. മന്ത്ലി മാക്സിമം 40,000 രൂപ ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്നീ വിവിധ വകുപ്പുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒഴിവുകളിലെ നിയമനത്തിനായി 13/5/2025 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നുണ്ട്. AICTE അനുശാസിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അധ്യാപകർക്കുള്ള എഴുത്തു പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുക്കാവുന്നതാണ്. അപേക്ഷകർ 12/5/2025 വൈകുന്നേരം 4 മണിക്ക് മുൻപായി www.lbt.ac.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ള അപേക്ഷകർ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 13/5/2025 രാവിലെ 9:30 കോളേജിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ മഹാരാജാസ് കോളേജിലെ ജിയോളജി വിഭാഗത്തിൽ 2025-26 അധ്യയന വർഷത്തേക്ക് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജിയോളജി വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും PhD നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. നിശ്ചിത യോഗ്യതയുള്ളതും എറണാകുളം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഉപമേധാവിയുടെ കാര്യാലയത്തിലെ ഗസ്റ്റ് ലെക്ചറർ പാനലിൽ രജിസ്റ്റർ ചെയ്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒരു സെറ്റ് കോപ്പികളും സഹിതം മെയ് 13 രാവിലെ 11 മണിക്ക് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പാണഞ്ചേരി പഞ്ചായത്ത് വാർഡ് 3-ലെ 32-ാം നമ്പർ പട്ടിക്കാട് ഹരിശ്രീ അങ്കണവാടിയിൽ അങ്കണവാടി കം കൃഷിയിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി അതേ വാർഡിലെ സ്ഥിര താമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 2025 ജനുവരി 1-ന് 18-നും 35-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. +2 യോഗ്യതയുള്ളവർക്ക് വർക്കർ തസ്തികയിലേക്കും SSLC യോഗ്യതയുള്ളവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അടങ്ങിയ അപേക്ഷ മെയ് 17-ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ഒല്ലൂക്കര ശിശുവികസന പദ്ധതി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, ICDS പ്രോജക്റ്റ് ഓഫീസ്, ഒല്ലൂക്കര, ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട്, PO ഒല്ലൂക്കര, പിൻ നമ്പർ 680655. വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലാ നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം പ്രൊമോട്ടറുടെ ഒഴിവിലേക്ക് അപേക്ഷിച്ചവരുടെ കൂടിക്കാഴ്ച 14-ന് നടക്കുന്നുണ്ട്. താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പുകൾ സഹിതം പാലക്കാട് ജില്ലാ നോഡൽ ഓഫീസറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.